ഹലോ, ഇന്ന് നമുക്ക് ബോറക് ഉണ്ടാക്കാം. ഈ സ്ക്രീനിൽ കാണുന്നതാണ് സംഭവം. നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ മെൽട്ടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മിൻസ്ഡ് ബീഫ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ നവീൻ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്ത് നോക്കിയതാണ്. നമ്മുടെ ബൂം ബാങ് അത് കണ്ടിട്ട് ചെയ്ത് നോക്കിയതാണ്. സെക്കൻഡ് ടൈമാണ് അപ്പോൾ ചെയ്യുന്നത്. മീറ്റ് ഇട്ട ഉടനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളത് ആ സൈഡ് നല്ലോണം ആയതിനു ശേഷം മാത്രം മറിച്ചിട്ടാൽ മതി. അത് നല്ലൊരു ഗോൾഡൻ കളറായി വരും. ബാക്ക് സൈഡ് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. എന്നിട്ട് മറിച്ചിട്ടാൽ മതി. അതിലേക്ക് കുറച്ച് റോസ്മേരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീറ്റ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഗാർലിക് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് തൈം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല, ജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. സുമാക്ക് 1/4 ടീസ്പൂൺ. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു ഒനിയൻ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫെറ്റ ചീസ് ഇട്ട് കൊടുക്കാം. ഈ ചീസിന് അത്യാവശ്യം ഉപ്പുണ്ട്, അതുകൊണ്ട് മീറ്റിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിങ് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഷീറ്റിൽ നമ്മൾ ഫില്ലിങ് നിറച്ച് അത് റോൾ ചെയ്തെടുക്കണം. ഇത് ഫില്ലോ പേസ്ട്രിയാണ്. ഇത് നമ്മൾ ബക്കലാവയൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഷീറ്റാണ്. നമുക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കണം. ഈ ഷീറ്റ് ഭയങ്കര തിന്നാണ് കേട്ടോ. അതിൻ്റെ മേലെ ബാക്കിയുള്ളത് എടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു നനഞ്ഞ ക്ലോത്ത് കൊണ്ട് ഒന്ന് കവർ ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ആദ്യം ഒരു ഷീറ്റ് എടുത്ത് അതിൻ്റെ മേലെ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ അടുത്ത ഷീറ്റ് ഇടുക. അതിൻ്റെ മേലെയും ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫില്ലിങ് നീളത്തിൽ നിറച്ച് കൊടുക്കാം. നീളത്തിൽ നിറച്ച് അത് മെല്ലെ മെല്ലെ റോൾ ചെയ്ത് ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യുന്ന സമയത്തും നമ്മൾ ഒരു റോൾ ചെയ്ത് അതിൻ്റെ മേലെ ഒന്നും കൂടി ബട്ടർ തേച്ച് കൊടുക്കണം. പിന്നെ റോൾ ചെയ്ത് എടുക്കാം. പിന്നെ നമുക്ക് ബേക്കിംഗ് ട്രേ എടുത്ത് അതിലോട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ ചെറുതായിട്ടൊന്ന് ക്രാക്ക് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് റോൾ ചെയ്താൽ മതി. ഇതേപോലെ നമുക്ക് എല്ലാ ഷീറ്റും ഇതേപോലെ ഫില്ല് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ യോജിപ്പിച്ചെടുക്കാം. ഇത് ഫുള്ള് സെറ്റായി കഴിഞ്ഞാൽ നമുക്കതിന് എഗ്ഗ് വാഷ് കൊടുക്കണം. അതിനൊരു എഗ്ഗ് എടുത്ത് അതിലൊരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 150 ഡിഗ്രിയിൽ
നമുക്ക് 20 to 25 മിനിറ്റ്സ് വരെ അത് ബേക്ക് ചെയ്തെടുക്കാം. എനിക്കൊരു 25 മിനിറ്റ്സ് എടുത്തു. അപ്പോൾ നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇതിന് നമ്മുടെ ഒരു പപ്സിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറായിട്ടാണ് വരുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമുക്ക് സ്നാക്സ് ആയിട്ടും യൂസ് ചെയ്യാം, മീലായിട്ടും യൂസ് ചെയ്യാം. താങ്ക് യു.